എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. റാഞ്ചിയിൽ ഇംഗ്ലണ്ടിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയ ഇന്ത്യ 5 മത്സരങ്ങളുടെ പരമ്പര 3-1 ഇതിനകം സ്വന്തമാക്കി. അവശേഷിക്കുന്ന അവസാന മത്സരം മാർച്ച് 7 മുതൽ ധർമ്മശാലയിൽ വെച്ച് നടക്കും. 5ാം ടെസ്റ്റ് മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഇന്ത്യൻ നിരയിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകാം. ഇന്ത്യയുടെ യുവ ബാറ്റ്സ്മാൻ ദേവദത്ത് പടിക്കൽ ഇംഗ്ലണ്ടിനെതിരെ ധർമ്മശാലയിൽ അരങ്ങേറ്റം കുറിക്കുന്നുണ്ട്. KL രാഹുൽ പരിക്ക് കാരണം ടീമിൽ നിന്നും പുറത്തായി. രാഹുലിന് പകരമായിട്ടാണ് പടിക്കൽ ഇറങ്ങുക. റാഞ്ചിയിൽ നടന്ന 4ാം ടെസ്റ്റിൽ വിശ്രമിച്ച സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ കളിച്ചിരുന്നില്ല. എന്നാൽ ധർമ്മശാലയിൽ നടക്കുന്ന മത്സരത്തിൽ ബുംറ തിരിച്ചെത്തും. ഇനി ഇന്ത്യ ഇംഗ്ലണ്ട് 5ാം ടെസ്റ്റിനായുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നമുക്ക് നോക്കാം. മത്സരത്തിൽ രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ സഖ്യം തന്നെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. 1 ഡൗണായി ശുഭ്മൻ ഗിൽ എത്തും. 4ാം നമ്പറിൽ ദേവദത്ത് പടിക്കൽ ഇറങ്ങും. 5ാമനായി സർഫറാസ് ഖാനും 6ാമനായി ധ്രുവ് തുടരും. ബൗളിംഗിൽ സ്പിന്നിൽ രവിചന്ദ്രൻ അശ്വിനോടൊപ്പം രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ് എന്നിവരും ഉണ്ടാകും. ഫാസ്റ്റ് ബൗളിംഗ് ജസ്പ്രീത് ബുംറ തിരിച്ചെത്തും. ബുംറ തിരിച്ചെത്തുന്നതോടെ മുഹമ്മദ് സിറാജും ടീമിൽ നിന്ന് പുറത്താകും. ബുംറയോടൊപ്പം ആകാശ് ദീപും പേസ് നിരയിൽ ഉണ്ടാകും. ഇന്ത്യൻ കളിക്കാർ എല്ലാവരും തന്നെ ഇപ്പോൾ തകർപ്പൻ ഫോമിൽ ആണ്. കഴിഞ്ഞ 2 മത്സരത്തിലും ടീം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ 5ാം മത്സരവും ഇന്ത്യ വിജയിക്കും എന്ന് ഉറപ്പാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.